കാട്ടുള്ളി തൈലാണ്. ഇത് എന്തിനു വേണ്ടിയുള്ളത്? തലവേദന, കഫക്കെട്ട്, ജലദോഷം, കഫം, ഒറിജിനൽ നെറ്റിലത് കാട്ടു ഒറിജിനൽ ഉള്ളി നമ്മുടെ ഇവിടെ. ഇത് എന്റെ അമ്മേ, ഞാൻ ചത്തോന്ന് കരുതേ. എന്റെ പരിപാടി പൂട്ടിപ്പോയി. റിലേ കട്ടായി പെട്ടെന്ന്. ഇതാ നാഗതാളി. ഇത് നാഗതാളി കർണുഞ്ചി തൈലമാ. ഇത് കർണുഞ്ചി, നാഗതാളി, നത്ത ഉള്ളി, നത്തവാദ തൈലം. ഇതാണ് നാഗതാളി. കാണിച്ച് നാഗതാളി. ഓ, ഈ താളി ഞാൻ ആദ്യം. ഇത് എവിടെ കിട്ടണേ? അത് സത്യമംഗലം കാട്ടി. പന്നാരി. ശരിക്കും നാഗത്തെ പോലെ തന്നെ ഇരിക്കണോ? നാഗതാളി ഉണ്ടോ? നാഗതാളി ശരിക്കും നാഗം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ. ഇത് കാട്ടുള്ളി. ഇത് നാഗതാളി ഉദ്രാസം. ഇവന്റെ തലകൾക്ക് ഉദ്രാസം. നാഗതാളി ഉദ്രാസം പറയും. നാഗതാളി രുദ്രാക്ഷം. ഇത് നടുവേന, മുട്ടുവേന, മൂക്കടപ്പം, ജലദോഷം, കഫം, നീര് പോകും. എനിക്ക് ഭയങ്കര മൂക്കടപ്പ് പറഞ്ഞു. സ്പോട്ടിൽ തുറന്നു. ടക്ക് തുറന്നു. സ്പോട്ടിൽ തുറന്നു. ഇത് എത്ര രൂപ? 120 രൂപ. അത് മോശമാണ്. ഇത് ഉണ്ടാക്കണേ അണ്ടിന് പരപ്പുണ്ട് വെള്ളം പോകും. ഇത് ഉണ്ടാക്കാൻ കുറേ സാധനം കൂടി ഇരിക്കുന്ന സാധനമാ. ഇത് നല്ലതാ. നടുണ്ട വേദന, മുട്ടുവേനക്ക് ഐശ്വര്യം, കളിക്കാൻ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഇത് രംഗമല, കൊള്ളിമല, നൈനമല പോയി കാണിക്കാം. മുടി കാണിക്കാം. ഇതപ്പോ ശരിക്കും എന്തിനൊക്കെ ഉള്ളതാണ്? എന്തൊക്കെ അസുഖത്തിന് പറ്റും? നടുവേന, തലവേന, കഫക്കെട്ട്, മൂക്കടപ്പം പോകും. മൂക്കടപ്പല്ല, തലച്ചോറ് വരെ തെറിച്ചോന്ന് എനിക്ക് മനസ്സിലായി. ഇത് നമ്മൾ ഒറ്റ വലിച്ചാണല്ലോ തലച്ചോറ് വരെ തെറിച്ചു. കാരണം ഒരു സെക്കൻഡ് കൊണ്ട് മൂക്ക് തുറന്ന് ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിരിക്കും. എനിക്കിടയ്ക്ക് തണുത്ത വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചാ. ഇതെന്താ? എടംപള്ളി വലംപരി. ഇത് ശിവപാർവതി. ഇത് ദേവതാരം. ദേവതാരം. ഇത് കരുമഞ്ചൽ. ഇത് കരിമഞ്ഞളല്ല, സാധാ മഞ്ഞളാണല്ലോ. എപ്പോഴും മഞ്ഞള് പച്ചയായിരിക്കും. എത്ര കൊല്ലം പോയാലും പച്ച മണം ഉണ്ടാവും. കരുമഞ്ചൽ, സാധാ മഞ്ചൾ വരെ, കച്ച മഞ്ചൾ വരെ, ഇതെല്ലാം പോട്ട് ഇത് ഉണ്ടാക്കുന്ന തൈലമായിരുന്നു. ഇതിനകത്ത് എത്ര സൈസ് സാധനങ്ങൾ ചേർത്തിട്ടാണ്? പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഉണ്ടാക്കിയാൽ ഇത് ദേവതാരം. എത്ര കൂട്ടാണെന്ന് പറഞ്ഞാൽ മതി. 18 കൂട്ടം. നിങ്ങളുടെ വീട് എവിടെയാ? തമിഴ്നാട്, തൃച്ചി, കൊല്ലിമലൈ. ഇത് ഉണ്ടാക്കാൻ നല്ലതാ. അങ്ങനെയില്ല. ഇത് പേര് ആഹോടി തൈലം. ആഹോടി என்பது കാട്ടുള്ളി പറയും മലയാളത്തിലെ. കാട്ടുള്ളി തൈലം. ആഹോടി என்பது കാട്ടുള്ളി. എന്തായാലും ഇതൊരു വലിയ വലിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് പേടിക്കണ്ടേ. ഇത് ആഹോടി തൈലം. കാട്ടുള്ളി എനിക്ക് ഇപ്പൊ ശരിയാക്കാം. എന്റെ അമ്മേ, അങ്ങനെ മറ്റേ ഒരിക്കലും ചത്തോ? പക്ഷെ ഒരു കാര്യം സംഭവിച്ചു തന്നേക്കണു. സ്പോട്ടില് ജലദോഷം, എന്റെ മൂക്ക് രണ്ടും തുറന്നു. ജലദോഷം ഇല്ല എനിക്ക്, ഒരിക്കലും ജലദോഷം ഉണ്ടാവാറില്ല. പക്ഷെ ഇങ്ങനെ മൂക്കടഞ്ഞിരിക്കും. നന്നായിട്ട് ഓപ്പണായി. ശരിക്കും ഡീസലിന്റെ ഒരു സ്മെല്ലുണ്ട്. ഇതിവിടെ തലയിൽ തൊട്ടാൽ, നമ്മുടെ ദേഹത്ത് തൊട്ടാൽ അറിയാം. ഒരു പൊള്ളിച്ചുണ്ട്. ഡീസലല്ല. ഇത് പേര് കർണുഞ്ചി തൈലം. കർപ്പൂരവള്ളി തൈലം. കർപ്പൂരവള്ളി, കരുമഞ്ചൽ, ദേവതാരം, നാഗതാളി, നത്തബോധാളം, ചെറുബോധാളം കുറേ പോട്ട് കാച്ചി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആളാണ്. 60 ലിറ്റർ എണ്ണ കാലിയാச்சு. നാളെ നാട്ടിൽ പോകും. അടുത്ത കൊല്ലം വരും. നമ്മൾ അടുത്ത കൊല്ലം ഇവിടെ വരും. നമ്മൾ 20 കൊല്ലമാ ഈ കുടങ്കളൂർ കണ്ണിക്ക് നമ്മൾ ജീവിക്കുന്ന ആളാണ്. ഒരാളും മലയാളി തല്ലി ആയാൽ അണ്ടി പൊട്ടിക്കും, നോണയുണ്ടാൽ ചങ്ക് പൊട്ടിക്കും. ഈ കേരളത്തില് അറിയാം. ഇത് என்பது എന്റെ അച്ഛൻ മുത്തച്ഛൻ വரைக்கும் ഈ തൈലം ജീവിക്കുന്ന ആളാണ്. എന്റെ അച്ഛൻ തൈലം കൊള്ളാം.
അല്ല ഇത് എന്നെ പ്രശ്നം അറിയോ, എനിക്ക് മേടിച്ചാൽ കൊള്ളുന്നുണ്ട്, പക്ഷെ എത്ര വില? ഇത് മൊത്തമുള്ള താരം തട്ടെ, മൊത്തമുള്ള താരം തട്ടെ. മൊത്തം ഇത് വില 150 വില 100 ആക്കി. ഇത് കാട്ടുള്ളി തൈലം. നിങ്ങൾ യൂട്യൂബിൽ തൈലം, നിങ്ങൾ ഈ തൈലം 4 പറയണം, നാങ്കൾ ജയിക്കണം. ഒറ്റമൂടി കാട്ടുള്ളി കർണുഞ്ചി തൈലം ഞാൻ സമ്മതിച്ചു തന്നേക്കണു. കാരണം ഞാൻ ഒറ്റ സെക്കൻഡ് കൂടെ എന്റെ മൂക്ക് തുറന്നു. എന്താ അഭ്യാസം എന്നൊന്നും എനിക്കറിയില്ല. സൂപ്പർ സാധനം കേട്ടോ. അടിപൊളി സാധനം. ഒരു സെക്കൻഡ് കൂടി ഞാൻ റിസൾട്ട് പറഞ്ഞ ആദ്യമായിട്ടാണ്. കാരണം കാര്യം ഇവരുടെ വെയിലത്ത് നിന്ന് പണിയെടുക്കണു, കാഴ്ചയിൽ എന്താ പറയാ പ്രാകൃതമായ രീതികളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സൂപ്പർ ഉറപ്പല്ലേ? 100% ഉറപ്പ്. എന്നെ നമ്പർ തരാം, ഷെയർ പണിക്കാം. ആവശ്യത്തെ വന്ന് വിളിച്ച് വരാം. അതല്ലേ? നടുവേദന, മുട്ടുവേദന, കാലുവേദന ശരിയാ. ഞാൻ ചോദിച്ചത് ഇത് എന്തിനൊക്കെ പറ്റും? മുട്ടുവേദന, നടുവേദന, തരിപ്പൂ, ഉളുക്ക്, കഫക്കെട്ട് മാറും, എന്നിവേദന മാറും. ഇത് ഒന്ന് ആദിവാസി കൊള്ളിമല തൈലം. ആദിവാസി കൊള്ളിമല തൈലം. ഇത് என்பது തട്ടിപ്പൂ കല്ല് മാറി ഇല്ല. ഇത് പാരമ്പര്യ ജീവിക്കുന്ന ആള് എൻ്റെ അച്ഛൻ മുത്തച്ഛൻ കാലമാ ഈ തൈലം നമ്മ ഉണ്ടാക്കണം. ഇത് ഇവിടുത്തെ ഇല്ല. ഇത് രംഗമല, കൊള്ളിമല, നൈലമല തൈലം. ഇത് തൈലം എന്നാൽ ദേഹത്തിന് നല്ലതാ. ഓക്കെ, നല്ലതാട്ടോ. എന്തായാലും കൊള്ളാം. പണി കാരണം പറഞ്ഞാല് അത് കെമിക്കലൊന്നും ഇല്ലെങ്കിൽ ഇത് അത്ഭുതമാണ്, ഒരു സംശയമില്ല. കെമിക്കലൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കണു. കാരണം പെർഫെക്റ്റ് സാധനം. മൂക്കെളുപ്പം തുറക്കും. സ്പോട്ടിലാണ് തുറന്നിട്ട്, സ്പോട്ടില്